ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇന്ന് നമ്മുടെ മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ വികാരമായ ബീഫ് BDF എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം ഒരു കുക്കറിലേക്ക് 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കഴുകി വൃത്തിയാക്കിയ ബീഫ്, അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് ഒരു 5 വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച്, ഓയിൽ ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് പെരുംജീരകം, 2-3 വറ്റൽമുളക്, 2-3 വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, ഇത്രയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല ഇത്രയും ചേർത്ത് നമുക്ക് പച്ചമണം മാറുന്നത് വരെ ഒരു മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി വേറൊരു പാൻ വെച്ച് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഓയിൽ ഒഴിച്ച് കടുക് ഇട്ട് വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, പെരുംജീരകം ഇത്രയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് എന്തോ ഒരു ബീഫ് BDF ആണോ ആക്കേണ്ടത് അത്രയും ബീഫ് ആഡ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് എന്തോ ഒരു ഡ്രൈ ആവണോ അത്രയും നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഡ്രൈ ചെയ്ത് എടുക്കണം കേട്ടോ. ഓൾമോസ്റ്റ് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ള കുരുമുളകും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ നോക്ക്, എനിക്ക് ഇത്രയും ഡ്രൈ ആവുന്നതാണ് ഇഷ്ടം, അത് കാരണം ഞാൻ ഇത്രയും ഡ്രൈ ആക്കി. നിങ്ങൾക്ക് എന്തോരം ഡ്രൈ ആക്കണോ അത്രയും ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ്. ഇവിടെ ഇത് അടിപൊളി ബീഫ് BDF റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.